IT ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം 2026 ഇനി വരാൻ പോകുന്ന വർഷങ്ങളും ഒരു ഗോൾഡൻ പീരീഡ് ആണ്. ഒട്ടനവധി ജോലി സാധ്യതകളാണ് കേരള സർക്കാരിലും കേന്ദ്ര സർക്കാരിലും നിങ്ങളെ കാത്തിരിക്കുന്നത്. അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു നിയമന സാധ്യതയാണ് KECBയിൽ വരുന്ന വർക്കർ അഥവാ മസ്ദൂർ തസ്തിക. ഇതിനോടകം തന്നെ 985ഓളം വേക്കൻസീസ് ആണ് PSCക്ക് റിപ്പോർട്ട് ചെയ്യാനായി KECB തീരുമാനമെടുത്തിരിക്കുന്നത്. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൽ, അതായത് നമ്മുടെ KECBയിൽ ഇലക്ട്രിസിറ്റി വർക്കർ അഥവാ മസ്ദൂർ തസ്തികയിലൂടെ നിങ്ങളുടെ ഗവൺമെന്റ് സർവീസ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നത് ഒരു സുവർണ അവസരം തന്നെയാണ്. കാരണം ഈ പോസ്റ്റിൽ നിന്ന് പ്രൊമോഷൻ ലഭിച്ചുകൊണ്ട് നിങ്ങൾക്ക് ലൈൻമാൻ ഗ്രേഡ് 2, ഗ്രേഡ് 1 അതുപോലെ തന്നെ മറ്റു ഉയർന്ന തസ്തികയിലേക്ക് എത്താനുള്ള അവസരവും നിങ്ങൾക്ക് തുറന്നു കിട്ടുകയാണ്. എന്താണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള മിനിമം യോഗ്യത? ഒന്നാമതായി നിങ്ങൾ SSLC പാസ്സായിരിക്കണം. രണ്ടാമതായി ഇലക്ട്രീഷ്യൻ അഥവാ വയർമാൻ ട്രേഡിലുള്ള 2 വർഷത്തിൽ കുറയാത്ത ITI ട്രേഡ് സർട്ടിഫിക്കറ്റ്, NTC സർട്ടിഫിക്കറ്റോ STC സർട്ടിഫിക്കറ്റോ ഉണ്ടായിരിക്കണം. മറ്റു ശാരീരിക മാനദണ്ഡങ്ങൾ എന്താണെന്ന് വെച്ചാൽ, പുരുഷന്മാരാണെങ്കിൽ നിങ്ങളുടെ മിനിമം ഉയരം 5 അടി 2 ഇഞ്ച് ആയിരിക്കണം. സ്ത്രീകൾക്കും ഈ തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സ്ത്രീകളുടെ മിനിമം ഉയരം എന്ന് പറയുന്നത് 4 അടി 9 ഇഞ്ച് ആയിരിക്കണം. ഒരു ITI കഴിഞ്ഞ ഉദ്യോഗാർത്ഥിക്ക് കിട്ടാവുന്ന ഏറ്റവും മികച്ച സാലറിയും ജോബ് സെക്യൂരിറ്റിയും ഈ ജോലിയിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഇതൊരു ജില്ലാതല നിയമനമാണ്. അതായത് ഡിസ്ട്രിക്ട് വൈസ് ആയിരിക്കും നിങ്ങളുടെ അപ്പോയിൻമെൻറ്റ്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ജില്ലയിൽ തന്നെ ജോലി ലഭിക്കാനുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയും കൂടിയാണ് KECB വർക്കർ അഥവാ മസ്ദൂർ തസ്തിക. എന്തുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ ITI കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് ഇതൊരു ഗോൾഡൻ പീരീഡ് ആണെന്ന് പറയാൻ കാരണം, ഓൾറെഡി തന്നെ നോട്ടിഫിക്കേഷൻ വന്ന KWAയിൽ ഓപ്പറേറ്റർ തസ്തിക, ഇനി നമുക്ക് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാവുന്ന KECB വർക്കർ അഥവാ മസ്ദൂർ തസ്തിക, ഈ വർഷവും അടുത്ത വർഷവും ഒക്കെയായി റാങ്ക് ലിസ്റ്റ് കാലാവധി കഴിയുന്ന പല ഇലക്ട്രീഷ്യൻ, അതായത് ITIക്കാർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന ഇലക്ട്രീഷ്യൻ, ലൈൻമാൻ തസ്തികകൾ. അപ്പോൾ ഇതെല്ലാം കൂടിയായി നമുക്ക് ഒട്ടനവധി അവസരങ്ങളും വേക്കൻസീസുമാണ് മുന്നിലുള്ളത്. ഇത് കേരള സർക്കാരിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇനി കേന്ദ്ര സർക്കാരിലാണെങ്കിലോ റെയിൽവേയിൽ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന എല്ലാ വർഷവും വരുന്ന ALP, ടെക്നീഷ്യൻ ഗ്രേഡ് 3, ഗ്രൂപ്പ് D എന്നീ തസ്തികൾ, ഈ എല്ലാ തസ്തികളിലേക്കും നമുക്ക് ഒരൊറ്റ തവണ പഠിച്ചാൽ മതി. ഒരുപാട് അവസരം, കാരണം ഇതിൻ്റെ എല്ലാം സിലബസും പഠന രീതിയും ഏറെക്കുറെ സെയിം ആണ്. ഒറ്റ തവണ പഠിച്ചുകൊണ്ട് ഒട്ടനവധി പരീക്ഷകളെയാണ് നമ്മൾ ഒരുമിച്ച് നേരിടാൻ സജ്ജമാകേണ്ടത്. അല്ലാതെ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയോ ഒരു പോസ്റ്റിന് വേണ്ടിയോ ഒരു വേക്കൻസിക്കോ വേണ്ടിയോ അല്ല. അപ്പോൾ നമുക്ക് ഇനിയും ITI ലെവൽ എക്സാംസിൻ്റെ സാധ്യതകളും പഠന രീതി എങ്ങനെയായിരിക്കണം, എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, എത്രത്തോളം പഠിക്കണം എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് വീണ്ടും നമുക്ക് ഈ ചാനലിൽ തന്നെ വീണ്ടും കാണാം. സ്കോർ അക്കാഡമിയുടെ ചാനലിൽ ITI എക്സാംസുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റ്സും ഏറ്റവും ജെന്യുവിനായി ഏറ്റവും നേരത്തെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ടാവും. വീണ്ടും കാണുന്നവരെ നമസ്കാരം.